Ladies and gentlemen, Malayalis, welcome back to yet another video. We are reacting to memories. I think Kuman ഞാൻ റീസെൻ്റ്ലി കണ്ടായിരുന്നു. റിയാക്ഷൻ ഈ ചാനൽ അവൈലബിൾ ആണ്. അത് കണ്ടപ്പോഴാണ് ജീതു ജോസഫിൻ്റെ ചില മൂവീസിൽ ഐ വാസ് നോട്ട് പേയിങ് മച്ച് അറ്റൻഷൻ. മെമ്മറീസ് അടുത്തുള്ള ഫിലിമല്ല, ഇറ്റ് റിലീസ് ഇൻ 2013. പക്ഷേ ഞാൻ കാണാൻ മിസ് ചെയ്തൊരു ഫിലിമാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് IMDb റേറ്റിംഗ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ ദാറ്റ് ഇസ് ഗോട്ട് 8 IMDb റേറ്റിംഗ് ഫോർ മലയാളം മൂവീസ് റിയലി ഗുഡ്. ആൻഡ് 86% ഓഫ് യൂസേഴ്സ്, ഗൂഗിൾ യൂസേഴ്സ് ലൈക്ക് ദിസ് ഫിലിം ഇപ്പോഴും. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് സച്ച് എ ഗുഡ് മൂവി. ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ മൂവീനെ വീണ്ടും ഡിസ്കഷനിൽ വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ കാണാനൊരു ചാൻസ് കിട്ടിയിട്ടില്ല അൺടിൽ ഫ്രണ്ട്സ് ഓഫ് സമോൺ ആണെന്ന് തോന്നുന്നു. ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി ഫ്രണ്ട്സ് ഓഫ് സമോൺ ആണ് കൂമൻ സജസ്റ്റ് ചെയ്തത്, ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി. എന്നിട്ട് എനിക്ക് പുള്ളിക്കാരൻ്റെ മറ്റേ കമൻറ്റ് കാണുന്നില്ല, പുള്ളിക്കാരൻ തന്നെയാണ് സജസ്റ്റഡ് മീ ടു വാച്ച് ആദർശ്, നമ്മുടെ മെമ്മറീസ്. ആൻഡ് പൃഥ്വിരാജിൻ്റെ ഉയർച്ചകളിലും താഴ്ചകളിലും പൃഥ്വിരാജിനെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് I think I should have watched this movie before, and since I haven't, I'll go ahead and watch this right now. And we hit 500 subscribers, people. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചെറിയ ഗിവേഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷേ എനിക്കതിൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഫോളോ ചെയ്തിരുന്ന അതിനെ കാണുകയാണെങ്കിൽ വിളിച്ചാൽ നമുക്ക് നോക്കാം, ഗിവേക്ക് പറ്റുമെങ്കിൽ സെറ്റാക്കാം. ഓക്കെ, സോ without any further ado, let's get into it, people. And here we go. The music is beautiful, man. Swimming wild. 3 വർഷങ്ങൾക്ക് ശേഷം ഗർഭിണിയെ കൊണ്ട് ഇങ്ങനെ ഭാരം ചുമപ്പിക്കുന്നത് ശരിയല്ല കേട്ടോ. ഗർഭിണിയുടെ തലച്ചൊന്നും ഷോപ്പിംഗ് സമയത്ത് കണ്ടില്ലല്ലോ. ശമ്പളം മേടിക്കുന്ന വെറും ഒരു കസ്റ്റംസ് ജീവനക്കാരനാ. അരവിന്ദിൽ എന്ത് പറഞ്ഞാലും ഉണ്ട് ഒരു ദാരിദ്ര്യം പറച്ചില്. നിങ്ങളുടെ സുഹൃത്ത് ഷെറീഫിന്റെ ഭാര്യ പർവീൻ ഷോപ്പിങ്ങിന് പോകുന്നത് മുംബൈയിലാ. ഇപ്പം നിങ്ങക്ക് പേടിയാ? ഇത്ര നാളെ വഴിക്കുറഞ്ഞോണ്ടിരിക്കുകയായിരുന്നല്ലേ? ചെയ്തവർ അല്പം ബുദ്ധിമുട്ടി കാണും. വലിയ റോപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് സർ. അതുകൊണ്ട് അല്ല, ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും. മണ്ടത്തരം പറയല്ലേ. ഒരാൾ തന്നെ ഇത്രയും ഉയരത്തിൽ ഇംപോസിബിൾ. അല്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മിസ്സിംഗ് കേസുമായി മാച്ച് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റ് സർവന്റ് വർക്കിംഗ്. ചിലപ്പോ 1-2 മണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. കോസ് ഓഫ് ഡെത്ത് രക്തം വാർന്നിട്ടാണ് മരിച്ചിരിക്കുന്നത്. ഓ, വേറെ ഒടിവോ ചതവോ ഒന്നും ബോഡിയിൽ കാണാനില്ല. പിന്നെയുള്ളത് നെഞ്ചിൽ ആ മുറിവുകളാണ്. അതാണ് എന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്നത്. അതെന്താണെന്ന് മനസ്സിലാവുന്നു. ഓ, മരണം അല്പം കൂടി നേരത്തെ സംഭവിച്ചിരിക്കും. ഇവിടെ മരണം വൈകിക്കാനുള്ള ബോധപൂർവമായ ശ്രമം. ഇങ്ങനല്ലേ ഇട്ടിരുന്നത്? റിലീസ് ആണത്. നിങ്ങളുടെ ഭർത്താവിനോട് ആർക്കെങ്കിലും ശത്രുത വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു? അങ്ങനെയൊന്നുമില്ല. അവൾ ആകെ അസ്വസ്ഥയാണ്. കാണാനുണ്ട് പറഞ്ഞുകൊണ്ട് ജാൻസിയെ സ്വീകരിക്കാൻ അരവിന്ദ് തയ്യാറായി. ജാൻസിയുടെ എതിർപ്പ് വകവയ്ക്കാതെ അവരെ കല്യാണം നടത്തി. അതുകൊണ്ട് തന്നെ അവരുടെ ദാമ്പത്യം അത്ര സ്മൂത്ത് ആയിരുന്നില്ല. ആ മുസ്ലിം പക്ഷേ അവരുടെ മകളുടെ അറിവോടുകൂടിയാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നതെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം പയ്യന്റെ തലയിൽ കെട്ടിവെച്ച് മകളെ രക്ഷിക്കാനുള്ള ശ്രമമാണെങ്കിൽ that's just a possibility. So don't move against her until we get solid evidence. Yes, because Krishnamala is highly influential. I know, sir. ഇത് ആംബുഷ് പോലെ തോന്നുന്നല്ലോ. പ്ലാൻ ചെയ്ത് മൊബൈൽ ഫോൺ തുടങ്ങിയിരിക്കുക. ഇപ്പൊ കിട്ടിയ ആളെ. എന്താണ് അയാളുടെ പേര്? സോറി, അതൊന്നും പറയാൻ ഇപ്പൊ നിവൃത്തിയില്ല. അതെന്തിനാ സാർ ഒരു സസ്പെൻസ് ഒന്നുമല്ല. ഇപ്പൊ അതൊന്നും പറയുന്നില്ല. അതേന്ന് പറയുന്ന ഉറപ്പിച്ചിട്ട് ഇയാളാണെന്ന് ഇങ്ങനെ അതെന്താ സാർ? പത്രക്കാരെ പേടിയാണോ? പേടിയാണെന്ന് മറിച്ച് വളരെ ഇഷ്ടമാണ്. പത്രക്കാരെ അല്ല സാർ, പിടിക്കപ്പെട്ടയാൾ കുറ്റവാളിയാണെന്ന് ഉറപ്പില്ലാത്ത അവസരങ്ങളിൽ പോലീസ് ഇങ്ങനെ പ്രതികരിക്കാറുണ്ട്. അതുകൊണ്ട് ചോദിച്ചത്. അതാണോ കാര്യം? പോരെ. പുതിയ ഫീച്ചറിന്റെ പേര് സുരേഷിന് അറിയാമോ? മദ്യവും പോലീസും. ആ പേരൊന്ന് മാറ്റിയാലോന്ന് ആലോചിക്കാം. അതെ, വിജയ്ക്ക് ആക്ഷൻ സിനിമയോടല്ലേ കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ തോന്നിയത്. എനിക്ക് എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. ഇറങ്ങണ്ടല്ലോ, അത്രയും ആശ്വാസം.
ഗേറ്റ് തുറക്കുകയാണ് വീട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ കഥവ് ഗേറ്റ് തുറക്കുന്നത് നോട്ട് ലൈക്ക് കഥവ് തുറക്കും. വേറെ ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ? അങ്ങനെയാണെങ്കിൽ ഇറ്റ് മേക്ക് സെൻസ്. ഗീതേ ഞാൻ ഗേറ്റ് അടിച്ചിട്ട് വരാം. വീട്ടിൽ ആരെങ്കിലും ഉണ്ടോന്ന് ആദ്യം നോക്കി. ഡാഡിക്കൊരു കൂട്ട്. ഓ നോ. വിജയ് ദേ, എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. ഒരു സീരിയൽ കില്ലിംഗ് ആയല്ലോ ഓൾറെഡി. The kid! What did you do with the kid? What? എന്താ സാർ ബില്ല് എന്നാ പറ്റിയേ? 1300. So I'm trying to pieces together. So ആ ഒരു എൻകൗണ്ടർ, ആ ഒരു ഓപ്പറേഷൻ, ആദ്യം കളിച്ച ഓപ്പറേഷന് ശേഷം ഇങ്ങനെ കഴിച്ചാൽ അതിന്റെ രക്ഷപ്പെട്ട സർവൈവറോ അല്ലെങ്കിൽ സർവൈവറിന്റെ ബന്ധത്തിലുള്ള ആരെങ്കിലുമോ വന്നിട്ട് ഇവന്റെ ഫാമിലി അറ്റാക്ക് ചെയ്തു, എന്നിട്ട് ആരോ മരിച്ചു കുടുംബത്തിലുള്ള, ലൈക്ക് മകൾ, ഭാര്യ, ആരെങ്കിലും. അതിന്റെ ഡിപ്രഷനിൽ വെള്ളമടിച്ച് നടക്കുന്നൊരു വഴിയുടെ നടക്കിടന്നാണോ കോപ്പേ അഭ്യാസം കാണിക്കുന്നത്? നല്ല വാറാണല്ലോ ഏട്ടാ. വെറുതെ പണി ഉണ്ടാക്കരുത്. എങ്ങോട്ടാ പോണ? ഇതിന് സമാനം പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു പോലീസുകാരനാണ്. he was a police officer. That makes sense. വിഷാദ മ്യൂസിക്. ഒരു കുട്ടിയുടെ പേര്. അയ്യോ ഇതെന്തു പറ്റി മോനെ? ഒന്നുമില്ല. വല്ലാതെ ചോര പൊടിയുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും വീണോ? മോനെ ഞാൻ മരുന്ന് വെച്ച് തരാം. മോനെ ഞാൻ മരുന്ന് വെച്ച് തരാം. വിഷാദ മ്യൂസിക് എനിക്ക് ഈ സെന്റ് ഇഷ്ടമല്ല. Come on, get to the movie. Investigation, come on. I need to put us back on the feet. ലോൺ എടുത്തു. അപ്പൊ ബിസിനസ്സിനെടുത്ത ലോണോ? ഇതെല്ലാം കൂടി നീ എങ്ങനെ തിരിച്ചടച്ചു? ശരിയല്ലല്ലോ. അതൊക്കെ ഞാൻ അടച്ചോളാം. സഞ്ജു, കാശിന് പിടിപ്പില്ലാതുള്ള നിന്റെ ഈ പോക്കത്ര നല്ലതിനല്ല. ലോൺ എടുത്ത് കൂട്ടാൻ ആരെ കൊണ്ട് സാധിച്ചു കിട്ടിയപ്പോ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിന്റെ ചേട്ടൻ ഒരു ലോൺ എടുത്തിരുന്നു. പാതി വഴിയിൽ പഠിപ്പ് നിർത്തി പോന്നിട്ട് ആ ലോൺ അടച്ചു തീർക്കാൻ ചേട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് നിനക്കറിയാമോ? അത് കുറച്ചിട്ടുള്ള ഷെയറിങ് തന്നാ മതി. ശരിയല്ല. നിനക്ക് 2 വയസ്സ്. ഇനിയുള്ള കാലത്ത് എല്ലാവരും കണക്കൊക്കെ പറയാൻ തുടങ്ങും. എനിക്ക് എന്റെ ജീവിതം നോക്കണ്ടേ? ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ്. ഈ ബിസിനസ്സും സ്ഥലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് എതിർപ്പൊന്നും ഉണ്ടാവില്ല. നല്ല സാമ്പത്തിക കൂട്ടത്തില. അവര് തരുന്ന സ്ത്രീധനം മതി എനിക്ക് ഈ ലോണൊക്കെ അടച്ചു തീർക്കും. കൂടി കള്ളു കുടിച്ച ക്ലബ്ബിൽ കിടന്ന് തല്ലുണ്ടാക്കി. എന്റെ ചെറുപ്പകാലം മുഴുവൻ ചേട്ടൻ നോക്കി പഠിക്കുന്നല്ല അമ്മ പറയാറുണ്ടായിരുന്നു. ഞാൻ എന്ത് നോക്കി പഠിക്കാനാ പറയുന്നേ? ഈ കള്ളുകൂടിയോ? ഞാൻ ചെയ്യുന്നതൊക്കെ കുറ്റം. ചേട്ടന്റെ എല്ലാ തെറ്റിനും അമ്മയ്ക്ക് ഓരോ ന്യായീകരണമുണ്ട്. വ്യത്യാസം കാണിച്ചു. ഇങ്ങനെ ഇരിക്കണം. എനിക്ക് രാജുവിനെ ഇങ്ങനെ കാണാൻ വയ്യ. നീ പറഞ്ഞത് ശരിയാണ്. മേക്കപ്പ് കളഞ്ഞിട്ട് നിനക്കൊരു ജീവിതമുണ്ട്. അതിനുള്ള പ്രായവും പ്രാപ്തിയും ഒക്കെ ആയി. ഇവൻ എന്നേക്കാൻ എടുക്കണം. ഇങ്ങനെ പിടിച്ച ലിവർ അടിച്ചു പോകുമ്പോ ഇവിടെയും താൻ എന്തുദ്ദേശമാണ്? ഇയാളൊരു പാവം. അയ്യോ ഓക്കെ, എന്റെ പാസ്റ്റ് ഒന്നും അറിയില്ലായിരിക്കും. ബട്ട് സ്റ്റിൽ ജോണച്ചൻ വേണ്ടതുമില്ല. ജീവിതത്തിൽ സംഭവിച്ചു. അത് കഴിഞ്ഞു. എല്ലാം മറന്ന് മുന്നോട്ട് പോകാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. ഓരോ മനുഷ്യനും ചില കർത്തവ്യങ്ങളും കടമകളും തന്നു. എന്റെ ഭാര്യയുടെയും മകളുടെയും കടമയും കർത്തവ്യവും എന്തായിരുന്നു അച്ചോ? ഭാര്യയും മകളും മരിച്ചു. ഓക്കെ, തിരിച്ചെടുക്കാനായിരുന്നെങ്കിൽ എന്തിനാ അച്ചോ എന്റെ മകളെ എനിക്ക് തന്നത്? എന്തിനാ അച്ചോ എന്നെ കൊതിപ്പിച്ചത്? നമുക്ക് അവകാശമില്ലല്ലോ സാർ. ഈ ഡയലോഗ് എനിക്ക് പിടിച്ചില്ല കേട്ടോ. ദൈവത്തിന്റെ നീതിയെ ചോദ്യം. കൊള്ളാം. ഇതാണ് നിങ്ങൾ പുരോഹിത വർഗത്തിന്റെ വിജയം. ുള്ള വഴി ഇടുങ്ങിയതും കല്ലും മുള്ളും നിറഞ്ഞതാണ്. കള്ളനും കൊലപാതകയും എല്ലാ സൗഭാഗ്യങ്ങളോടുകൂടിയും ജീവിക്കുന്നത് കാണിച്ചു തന്നാലോ? അതിനുമുണ്ട് ഒരു ഉത്തരം. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തുവെന്ന്. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ ആ ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല അച്ചോ. ഏതെങ്കിലും ഒന്ന് തിരിച്ചു തരാൻ നിങ്ങളുടെ ദൈവത്തിന് സാധിച്ച അന്ന് ഞാൻ അച്ഛനെ അനുസരിക്കാം. അതുവരെ വെറുതെ അച്ഛൻ അങ്ങനെയൊന്നും പറഞ്ഞതെന്താ തെറ്റ്? അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ബോഡി എല്ലാം സെയിം പാറ്റേൺ ആണല്ലോ. ഇത് കുരിശിലേറ്റം. കം ഓൺ, യെസ് ദാറ്റ് ഈസ് ട്രൂ. ജീസസ് ഇൻക്വസ്റ്റ് റെഡിയാക്കി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. സിമിലർ കേസ് ആയതുകൊണ്ട് കഴിഞ്ഞ കേസ് പോസ്റ്റ്മോർട്ടം ചെയ്ത സുകുമാരൻ നായരെ കൊണ്ട് തന്നെ ഇതും ചെയ്യിപ്പിക്കണം. ഓക്കെ, ഒഴിവാക്കിയിട്ടോളൂ. ഓ, നിങ്ങളുടെ ഇൻവെസ്റ്റിഗേഷൻ കൊലയിലേക്ക് പിടിച്ചെന്നല്ലേ പറഞ്ഞു? മരണകാരണം ലൈക്ക് ദ പ്രീവിയസ് കേസ്, ചോര വാർന്നാണ് മരിച്ചിരിക്കുന്നത്. ഈ മുറിവിലൂടെ മാത്രം ഇത്ര
ബോധപൂർവം ടോർച്ചർ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും രക്തം കട്ട പിടിക്കാൻ സമയം കൊടുക്കില്ല. എക്സിസ്റ്റിംഗ് മുറിവുകളിൽ വീണ്ടും വീണ്ടും ആഴം കൂട്ടി ബ്ലീഡിംഗ് നിലനിർത്തുന്നതായി ഇവിടെ കാണുന്നുണ്ട്. അപ്പോ ഈ കേസിലും യെസ്, ഐ ആം എക്സ്പെക്ടിംഗ് സിമിലർ റിപ്പോർട്ട്. That's bad. Psycho. സ്ഥലങ്ങൾ പോലും വേറെയാണ്. ദേ ആർ ടോട്ടൽ സ്ട്രേഞ്ചേഴ്സ്. സീരിയൽ കില്ലേഴ്സ് അങ്ങനെ പ്രത്യേകിച്ച് മോട്ടീവ് ഒന്നും വേണ്ട. അതുകൊണ്ടല്ലേ ഞാൻ പറയണേ. രണ്ടുപേരും കസ്റ്റംസ് ജോലിക്കാരാണ്. ഒരു സീരിയൽ proves കില്ലർ his എന്ന് point, പറയുമ്പോൾ bro. വിക്ടിംസ് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവാൻ നിർബന്ധമില്ല. അങ്ങനെ വരണമെന്നില്ലല്ലോ. ബന്ധരായ രണ്ട് കസ്റ്റംസ് ഓഫീസേഴ്സ് സ്വാഭാവികമായും ശത്രുക്കൾക്ക് പഞ്ഞം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ശത്രുക്കളാണ് ഈ കുറച്ച് പറയാനാവില്ല ഇനിയും ഉണ്ടായെന്ന് വരാം. അതും ഒരു കസ്റ്റംസ് ഓഫീസർ ആണെങ്കിൽ ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു മൈ തിയറി. അല്ലെങ്കിൽ ചതി അടുത്ത വിക്ടിം വരുന്നത് വെയിറ്റ് ചെയ്യണം. we don't have much time. പത്രക്കാരിത് കുത്തിപ്പൊക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തെ ഓൾറെഡി എത്തിയില്ലെങ്കിൽ നിങ്ങൾ സാറ് പറയുന്ന പോലെ പേടിയെന്ന് I പറഞ്ഞ് can't jump into conclusions. പത്രക്കാർക്കൊക്കെ വേണ്ടി how dare you talk me like that? ഒരു നിരപരാധിയെ പിടിച്ച് ഇടിച്ച് സമ്മതിപ്പിച്ചിട്ട് പത്രക്കാരോട് വിളമ്പാൻ നിങ്ങൾക്ക് തിടുക്കം. ഇടിച്ച് സമ്മതിപ്പിച്ച പുറത്ത് കാത്തുനിൽപ്പുണ്ട്. more comments. SP വിനോദ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളെ പോലീസ് സാമലക്സ് കോൾ സാമലക്സ്. ഡെഫിനറ്റ്ലി സർ, ഞാൻ പറയാം. ഓക്കെ, കേരള പോലീസിൽ എഫിഷ്യന്റ് ആയിട്ട് വേറെ ആരും ഇല്ല. But not as efficient as Sam Alex. Oh, man. That's brutal, man. The music is... Why is it so good? നീയൊന്നും പറഞ്ഞില്ല. ഇതിനു മുമ്പ് 2 തവണ ഇതേ ആവശ്യമായി ഞാൻ നിന്നെ സമീപിച്ചിരുന്നു. അന്ന് പറഞ്ഞു തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ സർ. എന്നെ കൊണ്ടാവില്ല. അതും ഒരു മേലുദ്യോഗസ്ഥനായിട്ടല്ല, മറിച്ച് എനിക്ക് പറ്റില്ല എന്നല്ല, ഫാദറായിട്ടാണ് എന്നെക്കൊണ്ടാവില്ല. നീ എന്നെ കാണുന്നത് എനിക്കറിയാം. കഴിഞ്ഞു. ലൈഫ് ഷുഡ് ഗോ ഓൺ. It's going on, sir. It's going on. But on my terms. എന്റെ നഷ്ടത്തിന്റെ ഉത്തരവാദിത്വം നിങ്ങളടങ്ങുന്ന നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റേതാണ്. അത് മറക്കണ്ട. Yeah. ഒരാവശ്യം വന്നപ്പോ എല്ലാവർക്കും എന്നെ വേണം. അല്ലെങ്കിലും സ്വന്തം കാര്യം അപ്പോൾ ഈ വരുമ്പോ കേസ് എല്ലാവരും ആയിരിക്കും നിങ്ങളുടെ സ്വാർത്ഥരാണ്. കുടിയിൽ നിന്ന് പുറത്തെത്തിക്കുന്നത്. സോ മേ ബി യൂസ് ഇറ്റ്. സോറി. ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല സർ. പക്ഷെ വേണമെന്ന് വിചാരിച്ചാൽ പോലും എന്നെ കൊണ്ടാവില്ല. ബിക്കോസ് മൈ ലൈഫ് ഇസ് ബിയോണ്ട് മൈ കൺട്രോൾ. You have to stop believing that, brother. Otherwise you won't be able to progress. എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു. ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ അവൻ സമ്മതിക്കാത്തതിൽ എനിക്ക് അത്ര അത്ഭുതം തോന്നിയില്ല. കാരണം ആ കേസൊന്നും അത്ര ചലഞ്ചിങ് ആയിരുന്നു. ഡെഫിനറ്റ്ലി പ്രൊവോക്കിംഗ്. എന്റെ മനസ്സങ്ങനെ പറയുന്നു. ഞാൻ ഇന്നേ വരെ ഒരു കാര്യത്തിന് അവനെ നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിനൊന്ന് ശ്രമിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ് That is അങ്കിൾ. good. That is good. നിങ്ങൾ കണ്ടിട്ട് കുറെ നാളായല്ലോ. കാണാം. ഏതായാലും മേരിക്കുട്ടി ശ്രമിച്ചു നോക്ക്. ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ. പ്രാർത്ഥിക്കുക, അല്ല എന്ത് ചെയ്യാൻ പറ്റും. ഇയാൾക്കിത് ഒരു മനസ്സാക്ഷി ഇല്ലാതെയാണല്ലോ. എന്താ ഇത്? ഭാഗോടമ്പടി. നീ ഇത് വായിച്ചു നോക്കിയോ? ഞാനും ഒപ്പിടണ്ടേ? വേണം. പക്ഷെ എനിക്ക് വായിച്ചു നോക്കണം. ഓ മതി. ഒരുപാട് താമസിക്കാതിരുന്നാ കൊള്ളാം. പിന്നൊരു കാര്യം, ഇയാളിത് ഈ 25-ാം തീയതി എന്റെ കല്യാണ നിശ്ചയ. കല്യാണ നിശ്ചയോ? അത് ഇഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണെന്നല്ലേ അമ്മ പറയാറ്. വാടകയ്ക്കാണെങ്കിലും സ്വന്തമായിട്ട് എനിക്കൊരു വീടുണ്ട്. അമ്മ തലേദിവസം തന്നെ വരണം. അപ്പൊ നിന്റെ ചേട്ടനോ? അമ്മ വന്നാ മതി. സഞ്ജു, നിന്റെ കല്യാണം ഉറപ്പിക്കേണ്ടത് I ഞാനല്ല, understand why he's നിന്റെ saying അച്ഛന്റെ this, സ്ഥാനത്തുള്ള but it's ചേട്ടനാ. not okay, man. കള്ള് കുടിക്കാതെ ആണെങ്കിൽ ചേട്ടന് വരാം. ഞാൻ കാരണം നിന്റെ കല്യാണം മുടങ്ങില്ല. വെള്ളം അടിക്കാതെ ചെന്നാ പോരെ. അനിയന്റെ കല്യാണത്തിനെങ്കിലും വെള്ളം അടിക്കാതെ ചെല്ലു. നിനക്ക് പോകാൻ പറ്റാത്തടത്തേക്ക് ഞാനില്ല. എന്തൊരു കഷ്ടം ഇത്. അമ്മേ, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. അമ്മ പോണം. ജീവിക്കാനും സമ്മതിക്കില്ല. ഈ മോന് ദേഷ്യം വന്ന എന്തെല്ലാം എന്നെ വിളിക്കുന്നറിയോ? എടി, അതാണ് നീയും അമ്മയും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് ദേഷ്യം വരാൻ അമ്മ ഒരു അവസരം തരണ്ടേ? ഇല്ലേ അമ്മേ? വല്യമ്മച്ചി, ഈ അമ്മയ്ക്ക് ഭയങ്കര കുശുമ്പ. ആദ്യമായിട്ടാണ് അമ്മയോട് ദേഷ്യപ്പെട്ട. വിശക്കുന്നുണ്ടല്ലേ? ഞാൻ ചോറെടുത്ത് വെക്കാം. കൂടുതൽ കൂടുതൽ വെറുക്കുള്ളൂ. അതാ ഞാൻ അപ്പോഴങ്ങനെയൊക്കെ. നാളെ എന്നെ പള്ളി വരെ ഒന്ന് കൊണ്ടുപോകണം. You don't believe in നീ God. അകത്ത് കയറണ്ട. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കണം. കേസ് ഏറ്റെടുക്കാനല്ലേ? റൈറ്റ് ടൈം. ഇവിടെ ഇവരുടെ മുമ്പിൽ വെച്ച് തന്നെ സംസാരിക്കണം. പ്രാക്ടിക്കൽ മൂവ്. യെസ്, സൈക്കോളജിക്കൽ മൂവ്. പ്രായത്തിൽ കവിഞ്ഞ പക്വത നിനക്കുണ്ടെന്ന് നിന്റെ അച്ഛൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ആദ്യമായിട്ടും അവസാനമായിട്ടും
ഇവരുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുക. മേനോ സാറ് പറഞ്ഞ കേസ് നീ അന്വേഷിക്കണം. എന്റെ ഈ അപേക്ഷ നിരസിക്കാനും സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. പറ്റുമെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി മോനത് ചെയ്തു തരണം. ചെയ്തു കൊടുക്കണം. ഇവിടെയും ഇതും കൊണ്ടാണോ? സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിനെ ഇത്ര ഇറസ്പോൺസിബിൾ ആയിട്ടാണോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ലീവ് എടുത്ത് കള്ളു പിടിച്ച് നടക്കുന്ന ഒരുത്തനെ പിടിച്ച് കേസ് ഏൽപ്പിക്കും. ഏറ്റവും മിടുക്കനായ ഉദ്യോഗസ്ഥനായിരുന്നു. അയാളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു പരിധി വരെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദികളാണ്. മിസ്റ്റർ DGP, വാട്ട് ഹാപ്പൻ ടു ഹിം? അയാളിൽ നിന്ന് 100% എഫിഷ്യൻസി ലഭിക്കുമെന്ന് മിസ്റ്റർ മേനോൻ ഉറപ്പുണ്ടോ? മിസ്റ്റർ മേനോന് പോലും ഉറപ്പില്ല. Then I am sorry to say, this is a stupid move. സാമിനെ ജോയിൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ സാമിന്റേതായ ഒരു അൺഒഫീഷ്യൽ പാരലൽ എൻക്വയറി. പക്ഷെ ഈ പത്രത്തിൽ അങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി പകരം സാമിനെ ഏൽപ്പിക്കുന്നു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അത് മാത്രം ബാധിക്കുന്ന കാര്യമല്ല, സർക്കാരിനെ മുഴുവൻ ബാധിക്കും. ആരെങ്ങനെ അന്വേഷിച്ചാലും ഐ നീഡ് പോസിറ്റീവ് റിസൾട്ട്. ഐ നോ സർ, ഐ വിൽ ടേക്ക് ദ റെസ്പോൺസ്. കമാൻഡോ ഓപ്പറേഷനെ വെല്ലുന്ന പ്രകടനം സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശംസ. എന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓണേർഡ് ബൈ ദിസ് ഇൻസിഡന്റ്. അന്ന് കൊല്ലപ്പെട്ട ഒരു റിട്ടാലിയേഷൻ ഞങ്ങളും പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ റെസ്ക്യൂ ഓപ്പറേഷന്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങളും പുറത്തുവിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷന്റെ സീരിയസ്നെസ്സും കുറഞ്ഞെന്ന് വേണം കരുതാൻ. സാമിന്റെ ഭാര്യയും കുഞ്ഞും രക്ഷപ്പെട്ട ആ ഭീകരന്റെ കയ്യിലായി. Put your gun down. I said put your gun down, Mr. Sam Alex. Are you done, Mr. Sam? No, no, no. 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 അവരെ ഒന്നും ചെയ്യരുത്. This is between you and me. This is just between you and me. Innocent. So was my brother. സ്നേഹിക്കുന്നവർ നഷ്ടപ്പെടുമ്പോഴുള്ള വേദന നീ അറിയണം. Shoot him. He is gonna kill him anyway. So shoot him. Take the gun, man. No. Shoot. Take the gun. He's going to do it. Wait. He shot him? No. Oh shit. You should have aimed for the head, man. Headshot. മനസ്സിലാക്കിയിട്ടുള്ള ആർക്കും അവന്റെ ഇന്നത്തെ അവസ്ഥയെ കുറ്റപ്പെടുത്താനാവില്ല. എനിക്ക് ഈ കഥകളൊന്നും അറിയില്ലായിരുന്നു സർ. നിങ്ങളൊരു പത്രപ്രവർത്തക എന്ന നിലയിൽ നിങ്ങളുടെ കടമ ചെയ്തു. വേണ്ട, അങ്ങനൊന്നുമില്ല സർ. SP വിനോദ് കൃഷ്ണയാണ് എനിക്ക് വിവരം തന്നത്. ഞാൻ ഊഹിച്ചു. SP വിളിച്ചു പറഞ്ഞു അവൻ ഈ കേസിൽ എന്തെങ്കിലും തുമ്പുണ്ടാക്കാൻ സാധിച്ചാൽ. എക്സ്ക്യൂസ് മീ. ഞാൻ വർഷ മാത്യൂസ്. ഞാനൊരു ജേർണലിസ്റ്റാണ്. ബുദ്ധിമുട്ടാണ്. ക്ഷമിക്കണം, 2 മിനിറ്റ് മതി. ഞാനിവിടെ നിന്ന് ഇരുന്നോട്ടെ? ഇതിന്റെ കുടുംബ സ്വത്തൊന്നുമല്ല. ഞാനാണ് പത്രത്തിൽ. പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ ഒഴിവാകണമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നോ, സാം തന്നെ അന്വേഷിക്കണം. I don't take orders. Case file. തുമ്പ്. Yes, come on. ഇതായിരിക്കണം. This should be it. What's going on here? Very interesting. Oh. It's good that he's investigating a case. ഞാൻ വിചാരിക്കുന്നത് പുള്ളിക്കാരനൊരു പ്രോപ്പർ തുമ്പ് കിട്ടി കഴിയുമ്പോൾ സാം അലക്സിന്റെ സ്വഭാവം മാറും. He'll get back on his feet. പരിപാടി ഇത് നിർത്തും. നെക്സ്റ്റ് ബോഡി. ഇന്നലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഇന്ന് രാവിലെ ഇവിടെ ഒരു ബൈക്ക് അടക്കുന്നവരെ ലോക്കൽ സ്റ്റേഷനിലേക്ക് ആരോ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാ ഈ ബൈക്ക് മിസ്സായ വേണ്ടതാണെന്ന് മനസ്സിലായത്. കാറിന്റെ പാടുണ്ടല്ലോ. ബൂട്ടാണ് ബൂട്ട്. ഈ 2 ബൂട്ട് പ്രിന്റുകളുടെ മെഷർമെന്റ്സ് എടുക്കണം. സർ, എന്തിനാ? ഈ ബൂട്ട് പ്രിന്റ് നമ്മൾ അന്വേഷിക്കുന്ന കൊലയാളിയുടേതാണ്.
ഇതുപോലത്തെ ബൂട്ട് പ്രിന്റ്സ് ഇവിടെ ധാരാളം ഉണ്ട്. ഇത് കൊലയാളിയുടേതാണെന്ന് എങ്ങനെ തിരിച്ചറിയും? ഇത് ബൂട്ട് പ്രിന്റ് ആണ്. ഈ ബൂട്ട് കനാലിന്റെ ഭാഗത്തേക്ക് പോയിട്ടുമുണ്ട്, ദാ തിരിച്ചു വന്നിട്ടുമുണ്ട്. തിരിച്ചു വന്ന പ്രിന്റ് അങ്ങോട്ട് പോയതിനെ അപേക്ഷിച്ച് വളരെ ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത്. അതായത് പോയ ആൾ തിരിച്ചു വന്നപ്പോൾ ഭാരം കൂടി. Which means he was carrying something heavy. പിടിക്കരുത് പ്ലീസ്. കം ഓൺ, സ്റ്റോപ്പ്. ദിസ് ഇസ് ദ മൊമെന്റ്. ഡോണ്ട് കഴിഞ്ഞു. കർത്താവ് കം ഓൺ, മേക്ക് ദ കണക്ഷൻ. എനിക്ക് സീൻ കാണുമ്പോൾ ലൂസിഫർ ഓർമ്മ വരുന്നത്. ഈ ലെറ്റേഴ്സ് എവിടെയോ കണ്ടിട്ടുണ്ട്. ഫാദർ, എനിക്കറിയേണ്ടത് ഈ ലെറ്റേഴ്സിന് അല്ലെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന എന്താണെങ്കിലും അതിന് എന്തെങ്കിലും രീതിയിൽ ക്രിസ്ത്യാനിറ്റിയുമായിട്ടോ ഈ ഏതെങ്കിലും പഴയൊരു ഭാഷ ആയിക്കൂടെ? ഫോർ എക്സാമ്പിൾ റോമനോ ലാറ്റിനോ അങ്ങനെ ഏതെങ്കിലും. റോമനും ലാറ്റിനും എനിക്കറിയാം. ഇത് ഫാദർ വെച്ചോളൂ, കോപ്പീസ് വേറെ എന്റെ കയ്യിലുണ്ട്. ഫൈൻ. പക്ഷെ ഫാദർ, ഇത് ഉടനെ വേണം. ഞാൻ നാളെ തന്നെ പോവാം. He's on track. എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. What do you get, man? ഇതേതാ പെയിന്റിംഗ്? ജീസസിന്റെ മലയിലെ പ്രസംഗം. ജീസസ് ഏത് ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്? അരമൈക്ക് എനിക്കറിയാം. ഐ നോ ഈ സിറിയക്ക് ഞാൻ വായിക്കാൻ പറ്റും. എനിക്ക് കുറച്ചറിയാം അരമൈക്ക്. ഓക്കെ, ലെറ്റ്സ് സീ ഇഫ് ഐ ക്യാൻ റീഡ് ദിസ്. സിനിമയ്ക്കിടയിൽ പോസ് ചെയ്യുന്നത് ഐ എം സോ സോറി, ബട്ട് എനിക്കത് നോക്കണം. ലെറ്റസ്. ജീസസ് ഏത് ഭാഷയിലാണ് സംസാരിച്ചിരുന്നത്? അരാമിയ. ഓക്കെ, ഹോൾഡ് ഓൺ, റൈറ്റ് ദേർ. ഞാൻ പഠിച്ചത് സിറിയക്കാണ്. ഐ ഹാവ് നോ ഐഡിയ വാട്ട് ദിസ് മീൻ. ഇതിൻ്റെ ഇടയ്ക്ക് അഡ്വർടൈസ്മെന്റോ? പ്രൈമിന്റെ അത്ര സിനിമയുടെ അഡ്വർടൈസ്മെന്റ്. ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായി? സോറി സർ, ഞാനൊന്ന് മയങ്ങിപ്പോയി. മിസ്റ്റർ സാം, ഇതൊരു മദ്യഷാപ്പല്ല. ഓ യാ, ഐ എം സോറി. ഐ തോട്ട് വി ഹാഡ് ആൻ അഗ്രിമെന്റ്. എന്റെ ശീലങ്ങൾ മാറ്റിവെച്ച് ഈ കേസ് അന്വേഷിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇതുവരെ ഉള്ളത് 3 വിക്ടിംസ് ആണ്. അതിൽ 2 പേര് കൊല്ലപ്പെട്ടതായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ഇനിയുള്ളത് 2 ദിവസം മുമ്പ് തട്ടിക്കൊണ്ടുപോയ രമേശ് ബോഡി നമുക്ക് കിട്ടും. ഇത് പറയാനാണോ ഈ രാത്രി ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇതൊക്കെ ഏത് പോലീസുകാരനും അറിയാവുന്ന കാര്യം. ആദ്യത്തെ 2 ചെറുപ്പക്കാരെ തട്ടിക്കൊണ്ടുപോയി 3-ാം ദിവസം അവരുടെ ബോഡി കണ്ടെത്തി. ഒരു അബ്നോർമൽ സീരിയൽ കില്ലറാണ് ഇതിന്റെ. ഞാൻ IG ഓഫീസിലുണ്ട്. മോൻ കഴിക്കാൻ വരില്ലേ? അമ്മ കഴിച്ചിട്ട് കിടന്നു, ഞാൻ വരാൻ വൈകും. ഈ ഫോട്ടോസ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രണ്ടാളെയും ഒരുപോലെ. അതല്ലാതെ ഇതുവരെയും കത്തിയില്ലേ? ഇപ്പോഴോ? ഇതെനിക്ക് ആദ്യമേ തോന്നിയായിരുന്നു. കണക്ക് ക്രിസ്തുവിനെ കുരിശിൽ തറച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഞായറാഴ്ച, അവരുടെ ബോഡി കണ്ടെത്തുന്നു. ക്രിസ്ത്യാനിറ്റി എന്തിനു വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്? മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി. യെസ്. ഓ ഗുഡ്. അപ്പോ യു മീൻ അവരുടെ ഭാര്യമാരോടാണ്. Yeah, that makes more sense. But it doesn't make sense. ഭാര്യമാരോട് ശത്രുതയെങ്കിൽ അവരെ ലിവിംഗ് എക്സാമ്പിൾ. എന്നോടുള്ള ശത്രുതയ്ക്ക് എന്തിനായിരുന്നു എന്റെ ഭാര്യയും മകളെയും? പക്ഷെ ഭർത്താവ് മരിച്ചിട്ട് മറ്റേ ഭാര്യയ്ക്ക് കൂസലൊന്നും ഉണ്ടായില്ല. ഇതാണ്. അവർക്ക് പ്രത്യേകിച്ച് പണിഷ്മെന്റ് ഒന്നും കിട്ടിയില്ല. രക്തം വാർന്നു പോകാനുള്ള വെറും മുറിപ്പാടുകൾ മാത്രമല്ല ഇത്. ഇതാണ് ഇതിന്റെ പരിഭാഷ. പ്രോവർബ് 5:3 എന്നാണ്. എന്നുവെച്ചാൽ ബൈബിളിലെ സുക്തശേഖരങ്ങളായ സുഭാഷിതങ്ങൾ 5-ാം അധ്യായം 3-ാം വാക്യം.
അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ്. എന്നാൽ ഒടുവിൽ അവൾ കാഞ്ഞിരം പോലെ കയ്പുള്ളവളും ഇരുതല വാൾ പോലെ മൂർച്ചയുള്ളവളുമായി തീരുന്നു. രണ്ടാമത്തേത് ജോബ് 39 എന്നെ വെറുക്കുകയും എന്നിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്നു. ആദ്യത്തേത് കൊലയാളിക്ക് സ്ത്രീകളോടുള്ള വെറുപ്പാണ് കാണിക്കുന്നത്. രണ്ടാമത്തേത് സ്ത്രീകൾ വഴി നമുക്ക് കൊലയാളിയിലേക്ക് എത്താം. പ്ലീസ് അറേഞ്ച് എ മീറ്റിംഗ് വിത്ത് ദ വൈഫ്സ് ഓഫ് ദ വിക്ടിംസ്, സർ. It's done. ആൻഡ് വൺ മോർ തിങ്, സർ. നമ്മുടെ സ്റ്റേറ്റിലെ നൈറ്റ് പെട്രോളിംഗ് ഒന്ന് സ്ട്രോങ് ആക്കണം, പ്രത്യേകിച്ച് ഇന്ന് രാത്രി. ഇന്നാണ് കുറച്ച് നടക്കുമ്പോൾ നാളെയാണ് ബോഡി വരിക. He's out there. വെറുതെ എങ്ങനെ എന്തിനാ പിന്തുടരുന്നു? She knows you're there, man. Hey, what? Hey! Who's that guy? എവിടെ? അവിടെയാണ് സാർ. കൂടി ഞങ്ങൾ എത്തിയില്ലേ? ഇല്ല സർ, വണ്ടി വിട്ടിട്ടുണ്ട്. മീഡിയ ഇതുവരെ കണ്ടില്ല സർ, അറിഞ്ഞു വരുന്നേ ഉള്ളൂ തോന്നുന്നു. തന്നെയൊക്കെ ആരോട് പോലീസിലെടുത്തത്? അയാൾ അപ്പൊ തന്നെ ഫോളോ ചെയ്യണ്ടേ? ഞങ്ങൾ ദൂരെ വരയ്ക്കണ്ട ഉടനെ. അല്ല സർ, അയാൾ ആരാണെന്ന് മനസ്സിലായത് തന്നെ ബോഡി കണ്ടപ്പോഴാ. സർ, നല്ല ഇരുട്ടായിരുന്നു. രാവിലെ തന്നെ കള്ളും കുടിച്ചോണ്ട് ഇവിടെ ഇയാളല്ല ഇത്രയും വലിയ എവിടെയായിട്ടാ വണ്ടി കണ്ടത്? ഡിഫറൻസ് ഉണ്ടാക്കിയ കേസിൽ. എന്നിട്ട് വാട്ട്സ് റോങ് വിത്ത് ദിസ് ഗായ്? SP ഓറോൺ. എന്താ സർ? മേക്ക് ഇറ്റ് ഫാസ്റ്റ് സർ. ഞാൻ IG ഓഫീസർ ഒന്ന് പോയിട്ട് വരാം സർ. ഓക്കെ സർ. ടയർ മാർക്സ്. ആ ടയർ മാർക്സ് വെച്ച് വണ്ടി ഐഡന്റിഫൈ ചെയ്യാൻ പോസിബിലിറ്റി? ഏത് വണ്ടിയാണെന്ന് പറയാൻ സാധിക്കും? അല്ല സാർ, അത് ഒന്ന് റിക്കളക്ട് ചെയ്യാൻ ശ്രമിച്ചു നോക്കും. ജീപ്പാണെന്ന് തോന്നുന്നു. പക്ഷെ പിറകിൽ പടുതയല്ല, ബോഡി കെട്ടിയതായിരുന്നു. ഇരുട്ടായിരുന്നുകൊണ്ട് കേസുകൾ ഞാൻ നിങ്ങളെ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? വാട്ട് ഐ നീഡ് ഈസ് റിസൾട്ട്. സാം ഒരു മുഴുക്കുടിയനായിരിക്കും. അയാളുടെ കണ്ടുപിടുത്തങ്ങൾ ശരിയാണെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അത് തെറ്റാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ അതിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഫാക്ട്സ് ആൻഡ് വെരി ട്രൂ, ദാറ്റ് മേക്സ് സെൻസ്. ഡു യു ഹാവ് എനി കോൺട്രഡിക്ഷൻ? കാരണം മൂന്നാമത്തെ മോഡലിലും അതേ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വന്നിട്ടില്ല. ഈ കേസിൽ പെരുമാറേണ്ട അത് താങ്കൾ എന്നെ പറഞ്ഞു പഠിപ്പിക്കണ്ട. നിങ്ങൾ ഈ പറയുന്ന കോഡ് ഓഫ് കണ്ടക്ട് 100% പാലിക്കുന്ന എത്ര പോലീസുകാരുണ്ടോ നമ്മുടെ ഫോഴ്സിൽ? Come in, sir. സാം കം ഇൻ. ഭാര്യമാരിൽ ഒരാൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ആൾ ഓൺ ദി വേ ആണ്. പിന്നെ ഇന്ന് കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ The first two. കണ്ടെത്തിയ ബോഡിയിലെ മാർക്കിങ്സും അവ സൂചിപ്പിക്കുന്ന ബൈബിൾ കോട്ടിംഗ്. സുഭാഷിതങ്ങൾ 6-ാം അധ്യായം 33 ക്ഷതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക. കോപാകുലനാക്കുന്നു. പ്രതികാരം ചെയ്യുമ്പോൾ അവൻ ദാക്ഷിണ്യം കാട്ടുകയില്ല. നഷ്ടപരിഹാരം ഒന്നും സ്വീകരിക്കുകയുമില്ല. എത്ര വലിയ പാരിതോഷികങ്ങളും അവനെ പ്രീണിപ്പിക്കുകയുമില്ല. വ്യക്തമായി വരുന്നു. ആദ്യത്തേത് സ്ത്രീകളോടുള്ള വിദ്വേഷമാണെങ്കിൽ രണ്ടാമത്തേത് അവരോടുള്ള വ്യക്തിപരമായ അടുപ്പമാണ് സൂചിപ്പിച്ചത്. ഇതിപ്പോ അവരുടെ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാമെന്ന് തോന്നുന്നു. ആൻഡ് ഐ കൻ ഗിവ് യു എ പാർഷ്യൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കില്ലർ. ഏകദേശം 6 അടിയോളം ഉയരം, 70-75 കിലോ തൂക്കം. അയാളുടെ വലത്തെ കാലിന് ഒരല്പം നീളക്കുറവുണ്ട്. ഇതെങ്ങനെ മനസ്സിലാക്കി? അവസാനത്തെ 2 ക്രൈം സീൻസിൽ നിന്നും 2 ബൂട്ട് പ്രിന്റുകൾ കിട്ടിയിട്ടുണ്ട്. അതിൽ വലത്തെ കാലിന്റെ പ്രിന്റ് ഇടതിനെ അപേക്ഷിച്ച് 3/4 ഇഞ്ചോളം കൂടുതൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. ഒരു കാലിന് നീളക്കുറവുള്ളവർ നടക്കുമ്പോൾ ആ കാലിൽ കൂടുതൽ പ്രഷർ ചെലുത്തും. സ്വാഭാവികമായും ആ ഫുട് പ്രിന്റ് കൂടുതൽ ആഴത്തിൽ പതിയും. അതാണ് നമുക്ക് കിട്ടിയ ടയർ ട്രാക്സിൽ നിന്നും അത് ജിപ്സിയിൽ ഉപയോഗിക്കുന്ന ബലൂൺ റേഡിയൽസ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. വണ്ടിയുടെ കളർ ചുവപ്പാണെന്ന് സ്വീകരിക്കുന്നു. PC സോമശേഖരന്റെ മൊഴിയിൽ നിന്നും അതൊരു ഹാർഡ് ടോപ്പ് ജിപ്സിയാണെന്ന് വ്യക്തമായി. എക്സലന്റ് വർക്ക് സാം. വന്നിട്ടുണ്ടോ? രണ്ടാമത്തെ പെൺകുട്ടി എത്തിയിട്ടുണ്ടെന്ന് സാം. ആൻഡ് വി ഹാവ് എ സർപ്രൈസ്. ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. കരിയർ ടോപ്പ് എന്ന സ്ഥാപനത്തിൽ വെച്ചാണ് സർ. 2004 ജൂൺ മുതലുള്ള ഒരു 6 മാസത്തെ ക്രാഷ് കോഴ്സിൽ. കുട്ടി അറിയാം. ഇത് വിമല മേനോൻ. ഈ കുട്ടിയുടെ ഹസ്ബൻഡാണ്. അൺഫോർച്ചുനേറ്റ്ലി ഹീസ് നോ മോർ.
ഇൻട്രസ്റ്റിംഗ്. കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഡു യു തിങ്ക് ദാറ്റ്സ് എ കോയിൻസിഡൻസ്? നിങ്ങൾക്കൊരു ശത്രു ഉണ്ടായിരിക്കണം. ഞങ്ങൾക്ക് അങ്ങനെ ശത്രുക്കൾ ആരും ഇല്ല സർ. നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തിയല്ല. an eccentric man or a boy. മുടന്ത് പോലെ എന്തെങ്കിലും. Oh shit. That strikes. Who's he? കരിയർ ടോപ്പിന്റെ ഉടമസ്ഥർ ഓട്ടായിട്ടുള്ള ഒരു വില്ലേജിൽ നിന്ന് വന്നവരാണവർ. ഒരു സെൻസേഷണൽ മിശ്രവിവാഹത്തെ തുടർന്ന് അവരുടെ നാട്ടിൽ നിന്ന് ഒളിച്ചു. Okay people, that will be part 1 of reaction for memories. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. നമ്മുടെ ലൈക്ക് 2013 സിനിമ കാണുന്നതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഇൻ സിനിമാറ്റോഗ്രഫി ആൻഡ് വിഷ്വൽ എഫക്ട്സ്, ക്വാളിറ്റി ഓഫ് ദ വീഡിയോ, അതെല്ലാം നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഐ ജെനുവിൻലി ലവ് ഇറ്റ് ഇൻ എ വേ. കുറച്ച് സ്ലോ പേസ്ഡ് ആണ്, പക്ഷേ ഈവൻ ഇഫ് ഇറ്റ് ഇസ് സ്ലോ പേസ്ഡ് കഥ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ലാഗായിട്ട് അധികം തോന്നിയിട്ടില്ല. പിന്നെ ഓവറായിട്ടുള്ള മ്യൂസിക്കിനെയും ഇപ്പം പല സിനിമയിലും ഈ എസ്പെഷ്യലി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സിൽ ഓവറായിട്ട് മ്യൂസിക്കിനെയും സിനിമാറ്റോഗ്രഫിയെ റിലേ ചെയ്യുന്നുണ്ട്. ഒരു സാധനത്തിന് തന്നെ പല ഷോർട്സ് കാണിക്കുന്നു, അതിൻ്റെ എസ്തെറ്റിക്സ് മാത്രം കാണിച്ചിട്ട് ആൾക്കാരെ എൻഗേജ് ചെയ്യുന്ന ഒരു പരിപാടി. അത് 2013 സിനിമ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, അതധികം യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടൊരു പ്ലെയിൻ ഫീലിംഗ് ഉണ്ട്. പിന്നെ ഈ ഇൻവെസ്റ്റിഗേഷനിലെ പുള്ളിക്കാരൻ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഷെർലക് ഹോംസിൻ്റെ നമ്മുടെ സീരീസിന് ഷെർലോക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ബെൻഡിക് കംബർബാച്ചിൻ്റെ ഷെർലോക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ക്രൈം സീനിലെത്തുമ്പോൾ ക്ലൂസ് എല്ലാം ആദ്യമേ ഓഡിയൻസിനെ കാണിക്കും, അവർക്ക് ഫിഗർ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കും. എന്നിട്ടാണ് കംബർബാച്ച് സ്വന്തം എന്താ പറയുക ഇൻവെസ്റ്റിഗേഷൻ കൺക്ലൂഷൻസ് പറയുന്നത്. ഇതിൻ്റെ കേസിലും ഈ മറ്റേ വണ്ടിയുടെ എന്താ പറയുക ഇടിച്ചിരിക്കുന്ന ആ റെഡ് പെയിൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ബൂട്ടിൻ്റെ പ്രിൻ്റ് അളക്കുന്നതാണെങ്കിലും ഓഡിയൻസിനെ ഫിഗർ ഔട്ട് ചെയ്യാനൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വൈൽഡ് അസംഷൻസ് അല്ല, ദർ ആർ അസംഷൻസ് ദാറ്റ് മേക്ക് സെൻസ്. ഇതേപോലത്തെ അസംഷൻസ് ഞാൻ വേറെ ഇംഗ്ലീഷ് ഫിലിംസിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ഇൻവെസ്റ്റിഗേഷൻ, റൈറ്റ്? ഇതിൽ പറയുന്ന പോയിൻറ്റ്സ് ഒക്കെ ഈസ് ആക്ച്വലി ഈ മറ്റേ വെയിറ്റ് ക്യാരി ചെയ്തുകൊണ്ട് വരുമ്പോൾ ബൂട്ടിൻ്റെ അളവ് താഴോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഹൗ ഹി ഫിഗേഴ്സ് ഇറ്റ് ഔട്ട്. പക്ഷേ ക്രൂസിഫിക്കേഷൻ ആണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയായിരുന്നു. അത് എന്താ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ യു ഓൾസോ ടെൽ മീ. റൈറ്റ്. ദിസ് ഈസ് എ വെരി വെൽ ഡൺ മൂവി മാൻ. ഐ തിങ്ക് ഈ ഒരു ടൈമിൽ 2013 ഇത്ര ഒരു എനിക്ക് ആക്ച്വലി ആകെ കുറച്ച് ഓവറായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ പൃഥ്വിരാജിൻ്റെ പാസ്റ്റ് കാണിക്കുമ്പോൾ അപ്പോൾ ഉള്ള ഒരു സാഡ് മ്യൂസിക്കും അതിൻ്റെ കുറച്ച് ഓവറായിട്ട് സെൻഡ് ആവുന്ന പോലെ ചെറുതായിട്ടൊന്ന് ക്രിഞ്ചടിച്ചായിരുന്നു. പക്ഷേ ഐ തിങ്ക് ഇറ്റ്സ് ദിസ് ക്യാരക്ടർ സാം അലക്സ് ഇസ് ഡൂയിങ് എ ഫിനോമിനൽ ജോബ്. ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ നല്ല രീതിയിൽ പ്രൊസീഡായി പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് കില്ലർ ആരാന്നറിയില്ല, എല്ലാം ഒരു ബ്ലാങ്കാണ്. സോ ലൈക്ക് നെക്സ്റ്റ് പാർട്ട് കാണാതെ ഐ എം നോട്ട് ഗോയിങ് ടു മേക്ക് എനി അസംഷൻസ് അബൌട്ട് ദിസ് മൂവി. I am enjoying this movie so far, and I thank you for recommending this movie again, friends of someone. So without any further ado, let's wrap it up for this one, and I'll see you guys on the next one. If you do like these kind of reactions, hit the thumbs up button and let YouTube know you like what you're watching. Next reaction will be dropping soon. Good night and goodbye.